നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെട്ടിമുടിയിൽ നിന്നും ഇടമലക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ MLA. ഓണവിപണിയിൽ റെക്കോർഡ് നേട്ടവുമായി സപ്ലൈകോ. ജില്ലയിൽ നിന്ന് ഓണം ഫെയറിലൂടെ 74.36 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് നേടിയിരിക്കുന്നത്. മുൻവർഷം ഇത് 39 ലക്ഷം മാത്രമായിരുന്നു. മൂന്നാറിലെ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന AIYF പ്രവർത്തകർ പ്രതിഷേധിച്ചു. ആറോ ജംഗ്ഷനിലെ പാലത്തിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടതോടെയാണ് പ്രതിഷേധം. ജില്ലയിലെ ഏറ്റവും അധികം നിരക്ഷരരുള്ളത് ഹൈറേഞ്ചിലെ പഞ്ചായത്തുകളിൽ. നെടുങ്കണ്ടം, വണ്ടൻമേട്, ഉടുമ്പൻചോല, മൂന്നാർ, അടിമാലി പഞ്ചായത്തുകളിലാണ് ഏറ്റവും അധികം നിരക്ഷരർ ഉള്ളത്. വിശദമായ വാർത്തകളിലേക്ക്. പെട്ടിമുടിയിൽ നിന്നും ഇടമലക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ. പെട്ടിമുടി മുതൽ ഇഡലിപ്പാറക്കുടി വരെയുള്ള 5 കിലോമീറ്റർ റോഡ് നിർമ്മാണം നിലവിൽ പൂർത്തിയായി. ഇനി 2 കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് പൂർത്തിയാകാനുള്ളത്. റോഡ് നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വനം വകുപ്പ് തടസ്സം നിന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണം. റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA A. രാജ വ്യക്തമാക്കി. വനം വകുപ്പ് തടസ്സവാദം ഉന്നയിച്ചതിനെ തുടർന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ഇടമലക്കുടിയിൽ പനി ബാധിച്ച് കുട്ടി മരണപ്പെടുകയും പനി ബാധിച്ച് കിടപ്പിലായി വൃദ്ധയെ ചുമന്ന ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായതോടെ റോഡ് വികസനം ആവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് MLAയും സബ് കളക്ടറും ഇടപെട്ട് റോഡ് നിർമ്മാണം വേഗത്തിലാക്കുന്നതിന് നടപടി സ്വീകരിച്ചത്. 2 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനാണ് കരാറുകാരന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റോഡിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കാശ് കൊടുത്ത് 2 റീച്ചായിട്ട് ആദ്യം എടലിപ്പാറ പറയും, പിന്നീട് സൊസൈറ്റി കുടി വരെയുള്ള റോഡ് പണിയുന്നതിന് വേണ്ടി 18.5 കോടി രൂപ ഗവൺമെൻറ് മുടക്കി. ഇപ്പോൾ ഏകദേശം 5 കിലോമീറ്റർ 4.9 കിലോമീറ്റർ റോഡ് പണി പൂർത്തീകരിച്ചു. ഈ കഴിഞ്ഞ ഒരു 4 മാസമായി ഈ റോഡ് പണി നടക്കാത്തതിന് കാരണം ആ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല മെറ്റീരിയൽ അങ്ങോട്ട് എത്തിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കൂടലാർകുടിയിൽ നിന്നും ആനക്കുളം വഴി മാങ്കുളത്തെത്തി ഇവിടെ നിന്നും അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്കും എളുപ്പത്തിലെത്താൻ കഴിയും. ഈ റോഡിന്റെ നിർമ്മാണം നടത്തുന്നതും പരിഗണനയിലുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. ഓണവിപണിയിൽ റെക്കോർഡ് നേട്ടവുമായി സപ്ലൈകോ. ജില്ലയിൽ നിന്ന് ഓണം ഫെയറിലൂടെ 74.36 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് നേടിയിരിക്കുന്നത്. മുൻവർഷം ഇത് 39 ലക്ഷം മാത്രമായിരുന്നു. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് തൊടുപുഴയിൽ നിന്നാണ്, 30 ലക്ഷം രൂപ. കുറവ് പീരുമേട് താലൂക്കിൽ നിന്ന് 17.74 ലക്ഷം. നേരിട്ടുള്ള വിൽപ്പനയ്ക്ക് പുറമെ 500,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡുകൾ വഴിയും മികച്ച വരുമാനം ലഭിച്ചു. വിവിധ കിറ്റുകൾ വഴിയും നല്ല വരുമാനമായിരുന്നു. ഇതിനു പുറമെ ആഗസ്റ്റ് 16 മുതൽ 25 വരെ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ നടത്തിയ പ്രത്യേക വിൽപ്പനയും നേട്ടമായി. മുൻവർഷങ്ങളിൽ വിവിധ ഫെയറുകൾ വഴിയുള്ള വിൽപ്പനയിൽ ചെലവ് കൂടുതലും വരുമാനം കുറവുമായിരുന്നു. എന്നാൽ ഇത്തവണ ഇരട്ടിയോളം നേട്ടമാണ് വിൽപ്പനയിൽ. 500,000 രൂപയുടെ ഓണം ഗിഫ്റ്റ് കാർഡുകൾ വഴി 2.56 ലക്ഷം രൂപയാണ് ലഭിച്ചത്. 1000-ന്റെ 176 കാർഡുകളും 500-ന്റെ 160 കാർഡുകൾ വഴിയുമാണ് ഈ വരുമാനം. ഗിഫ്റ്റ് കാർഡുകൾക്ക് പുറമെ ആകർഷകമായ വിലക്കുറവിൽ നൽകിയ കിറ്റുകളുടെ വിൽപ്പനയും നേട്ടമായി. 7.91 ലക്ഷമാണ് കിറ്റുകളിൽ നിന്ന് ലഭിച്ചത്. 18 ഇനങ്ങൾ അടങ്ങിയ 1000 രൂപയുടെ സമൃദ്ധി ഓണക്കിറ്റ്, 9 ഇനങ്ങൾ അടങ്ങിയ 229 രൂപയുടെ ശബരി സിഗ്നേച്ചർ കിറ്റ്, 10 ഇനങ്ങൾ അടങ്ങിയ 500 രൂപയുടെ മിനി സമൃദ്ധി കിറ്റ് എന്നിവ ഓണവിപണിയിൽ ഇറക്കിയത്. 4586 കിലോ വെളിച്ചെണ്ണയാണ് വിറ്റഴിച്ചത്. കൂടാതെ മൊബൈൽ ഓണച്ചന്തകൾ വഴി 2.11 ലക്ഷം രൂപയുടെ വരുമാനവും നേടി. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. മൂന്നാറിലെ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന AIYF പ്രവർത്തകർ പ്രതിഷേധിച്ചു. അറ്റകുറ്റപ്പണി നടത്തി തുറന്നു നൽകിയ ആറോ ജംഗ്ഷനിലെ പാലത്തിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ട ഗതാഗതം ദുസ്സഹമായ സാഹചര്യത്തിലാണ് AIYFന്റെ പ്രതിഷേധം. ഒരു വർഷമായി രൂപപ്പെട്ട കുഴിയിൽ നിരവധി അപകടങ്ങൾ നടക്കുകയും തുടർന്ന് പ്രതിഷേധം ഉയർന്നു വന്നതിന് പിന്നാലെയാണ് PWD അധികൃതരെത്തി റോഡ് ഗതാഗതം നിരോധിച്ചതിന് ശേഷം കഴിഞ്ഞ മാസം 19-ന് കുഴികൾ അടച്ചത്. പിന്നീട് പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയെങ്കിലും മഴ പെയ്ത് കുഴികൾ വീണ്ടും പഴയപടിയായി. ഇതോടെ ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായിരിക്കെ
അശാസ്ത്രീയമായ അറ്റകുറ്റപ്പണികൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടെന്ന് ആരോപിച്ചാണ് AIYF സമരവുമായി രംഗത്തെത്തിയത്. മൂന്നാറിലെ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തിയ പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ പുറത്തിറക്കാതെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പാലത്തിലെ കുഴികൾ പലപ്പോഴും ഗതാഗത കുരുക്കിനും ഇടയാക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. രണ്ടാമതും കുഴി രൂപപ്പെട്ട സാഹചര്യത്തിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നെങ്കിലും ഇത് അധികൃതർ കണ്ട ഭാവം നടിക്കാതെ വന്നതോടെയാണ് AIYF പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സിറ്റി വിഷൻ മൂന്നാർ. ജില്ലയിൽ ഏറ്റവും അധികം നിരക്ഷരർ ഉള്ളത് ഹൈറേഞ്ചിലെ പഞ്ചായത്തുകളിൽ. നെടുങ്കണ്ടം, വണ്ടൻമേട്, ഉടുമ്പൻചോല, മൂന്നാർ, അടിമാലി പഞ്ചായത്തുകളിലാണ് ഏറ്റവും അധികം നിരക്ഷരർ ഉള്ളത്. ജില്ലയിൽ നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തവരുടെ കണക്കുകളിലാണ് നിരക്ഷരരുടെ എണ്ണം പുറത്തുവന്നത്. പദ്ധതിയിലൂടെ ജില്ലയിൽ 6035 പേർ കൂടിയാണ് സാക്ഷരതാ പഠനത്തിന് ഒരുങ്ങുന്നത്. ജില്ലയിലെ 18 പഞ്ചായത്തുകളിലായിട്ടാണ് 6035 പേർ കൂടി പഠനത്തിന് തയ്യാറെടുക്കുന്നത്. ഇവിടങ്ങളിലെ അവശേഷിക്കുന്ന നിരക്ഷരരെ സാക്ഷരരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സാക്ഷരതാ മിഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. പഞ്ചായത്തുകളിൽ കൂടുതൽ നിരക്ഷരരുണ്ടെങ്കിൽ അവരെയും പദ്ധതിയുടെ ഭാഗമാക്കും. പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകരായ അധ്യാപകരാണ് പഠന ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടത്തിപ്പ്. മൂന്നാറിലാണ് ഏറ്റവും അധികം അപേക്ഷകർ ഉള്ളത്, 628 പേർ. നെടുങ്കണ്ടം 610, ദേവികുളം 354, വണ്ടൻമേട് 514, ഉടുമ്പൻചോല 421 എന്നിങ്ങനെയാണ് അപേക്ഷകൾ കൂടുതലുള്ള പഞ്ചായത്തുകളിലെ എണ്ണം. ആവശ്യമായ സാക്ഷരതാ പാഠാവലി സാക്ഷരതാ മിഷൻ പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ച് പഠന ക്ലാസുകൾ ആരംഭിച്ചു തുടങ്ങും. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ആർമി റിക്രൂട്ട്മെന്റ് റാലി നെടുങ്കണ്ടത്ത് തുടരുന്നു. പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ രണ്ടാം ദിനം 600 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് ജനറൽ ഡ്യൂട്ടി വിഭാഗം ഉദ്യോഗാർത്ഥികളാണ് രണ്ടാം ദിന കായികക്ഷമതാ പരീക്ഷയ്ക്ക് എത്തിയത്. സെപ്റ്റംബർ 10 ആരംഭിച്ച ആർമി റിക്രൂട്ട്മെന്റ് റാലി 16 സമാപിക്കും. രാവിലെ 4 മണിക്ക് അഡ്മിറ്റ് കാർഡ് പരിശോധനയ്ക്ക് ശേഷം 5 മണിക്ക് കായികക്ഷമതാ പരീക്ഷ ആരംഭിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കായാണ് ആർമി റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നത്. ഇന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിൽ 829 പേരും 13-ന് 7 ജില്ലകളിൽ നിന്നായി ടെക്നിക്കൽ സ്റ്റാഫ് വിഭാഗത്തിൽ 843 പേരും റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 14-ന് 13-ാം തീയതിയിലെ ഫിസിക്കൽ ടെസ്റ്റിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് മെഡിക്കൽ ടെസ്റ്റ് നടത്തും. 15-ന് ജനറൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പാരാ റെജിമെന്റിലേക്ക് പോകുവാൻ താല്പര്യമുള്ളവർക്ക് 5 കിലോമീറ്റർ റണ്ണേഴ്സും നടത്തും. ഏഴ് ജില്ലകളിൽ നിന്നായി 3102 ഉദ്യോഗാർത്ഥികളാണ് റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നത്. എഴുത്തുപരീക്ഷ വിജയിച്ച റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളാണ് കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. പഞ്ചായത്ത്, പൊതുമരാമത്ത്, ആരോഗ്യം, പോലീസ് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് റാലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. ആരോഗ്യപരമായ അവശത നേരിടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുവാൻ മെഡിക്കൽ ടീം സജ്ജമാണ്. അടിയന്തര സേവനത്തിന് ആംബുലൻസ് സേവനവും സജ്ജീകരിച്ചിട്ടുണ്ട്. പോലീസിനാണ് നഗരത്തിലെ ഗതാഗത നിയന്ത്രണത്തിന്റെ ചുമതല. 41 പോലീസ് ഉദ്യോഗസ്ഥരാണ് റിക്രൂട്ട്മെന്റ് റാലിക്ക് സേവനം നൽകിയിട്ടുള്ളത്. 41 പോലീസ് ഉദ്യോഗസ്ഥരാണ് റിക്രൂട്ട്മെന്റ് റാലിക്ക് സേവനം നൽകി രംഗത്തുള്ളത്. സ്റ്റേഡിയത്തിനുള്ളിലെ നിയന്ത്രണങ്ങൾക്ക് 20 പോലീസ് ഉദ്യോഗസ്ഥരെ വേറെയും നിയോഗിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ നെടുങ്കണ്ടം. മട്ടുപ്പാവിൽ പലതരം കൃഷികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സമ്മിശ്ര കൃഷിയിലൂടെ വ്യത്യസ്തരാവുകയാണ് രണ്ടുപേർ. കൊന്നത്തടി പഞ്ചായത്തിലെ വടയാറ്റുകുന്നേൽ ശശീന്ദ്രൻ, സുമതി ദമ്പതികളാണ് തങ്ങളുടെ മട്ടുപ്പാവിലെ വ്യത്യസ്ത കൃഷിയിലൂടെ ശ്രദ്ധേയരാകുന്നത്. മട്ടുപ്പാവിൽ എന്തെല്ലാം കൃഷി ചെയ്യാമെന്ന് ചോദിക്കുന്നവരോട് എന്താണ് ഇവിടെ കൃഷി ചെയ്യാൻ പാടില്ലാത്തതെന്ന മറുചോദ്യമാണ് ശശീന്ദ്രനും സുമതിയും ചോദിക്കുന്നത്. കാരണം ഇവരുടെ ഈ മട്ടുപ്പാവിൽ ഫാഷൻ ഫ്രൂട്ട് മുതൽ അടതാപ്പ് വരെയുണ്ട്. നാല് തരം ഫാഷൻ ഫ്രൂട്ടുകൾ, റെഡ് ലേഡി ഉൾപ്പെടെയുള്ള പപ്പായകളും പയർ, പാവൽ, കുമ്പളം തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികളും ഈ മട്ടുപ്പാവിൽ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഇവർ ഈ മട്ടുപ്പാവിലെ വ്യത്യസ്ത കൃഷിരീതി മുന്നോട്ട് കൊണ്ടുപോകുന്നു.
വീട്ടാവശ്യത്തിനുള്ള മുഴുവൻ പച്ചക്കറികളും ഇവിടെ നിന്നും വിളയിക്കുന്നു. ഒരു 4-5 വർഷമായിട്ട് ഇങ്ങനെ പച്ചക്കറികൾ കൃഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വെണ്ടയ്ക്കയുണ്ട്, തക്കാളിയുണ്ട്, അതുപോലെ വഴുതനയുണ്ട്, കത്തിരിക്ക, അങ്ങനെ പിന്നെ പാഷൻ ഫ്രൂട്ടുകൾ, അതുപോലെ റോസാ ചെടികൾ, പിന്നെ കപ്പളം, ഇങ്ങനെ കോളിഫ്ലവറുകൾ, ബ്രോക്കോളി, നല്ല പിന്നെ വഴുതന, ഈ വത്തലമുളക്, അങ്ങനെയുള്ള കാന്താരി, ഇതുപോലുള്ള എല്ലാ ചെടികളും നട്ടു വളർത്തി അതിൽ നിന്നാണ് ഞങ്ങൾ കൂടുതലും പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളെല്ലാവരും ആഞ്ഞു പിടിച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പച്ചക്കറി പോലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല. തികച്ചും ജൈവ രീതിയിലാണ് കൃഷി പരിപാലനം. ഉപയോഗശൂന്യമായ ബക്കറ്റും ചാക്കിൽ മണ്ണ് നിറച്ചുമൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. സ്ഥലപരിമിതിയുടെ പേരിൽ കൃഷിയെ മാറ്റി നിർത്തുന്നവർക്കുള്ള ഒരു മാതൃക കൂടിയാണ് ഈ ദമ്പതിമാരുടെ മട്ടുപ്പാവ് കൃഷി. സിറ്റി വിഷൻ, കൊന്നത്തടി. ഇടവേള. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാലത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ, ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻ ഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് ഓർ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ഇപ്പോഴും കാണാമറയത്ത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുവെങ്കിലും കുറ്റവാളിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ തുമ്പുണ്ടാക്കാൻ പോലീസ് കുറ്റവാളിയെ സംബന്ധിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടും സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരായിരുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വന്നിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയെ കഴിഞ്ഞ 22-നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ഭക്ഷണം പാകം ചെയ്യാനായി സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയ രാജപാണ്ഡിയെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഏറെ സമയം കഴിഞ്ഞിട്ടും ഇയാൾ തിരികെ എത്താതെ വന്നതോടെ മറ്റ് സെക്യൂരിറ്റി ജീവനക്കാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കെട്ടിടത്തിനുള്ളിൽ രാജപാണ്ഡിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ രാജപാണ്ഡിയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതാണെന്ന് ബോധ്യപ്പെട്ടു. തലയിൽ 7 കഴുത്തിൽ 2 വെട്ടുകളേറ്റിട്ടുണ്ടെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നടത്തിയ കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനായി പ്രത്യേക സംഘത്തെയും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചു. എന്നാൽ ദിവസങ്ങൾ പിന്നിടുമ്പോഴും കുറ്റവാളിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ തുമ്പുണ്ടാക്കാൻ പോലീസ് കുറ്റവാളിയെ സംബന്ധിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടും സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാരെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. വിവരശേഖരണത്തിനായി പോലീസ് വിവിധയിടങ്ങളിൽ ഇൻഫോർമേഷൻ ബോക്സുകളും സ്ഥാപിച്ചിരുന്നു. സുരക്ഷാ ജീവനക്കാരെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലിക്ക് നൽകുന്ന കമ്പനിയുടെ കീഴിലാണ് ചൊക്കനാട് എസ്റ്റേറ്റിൽ രാജപാണ്ഡി ജോലി ചെയ്തു വന്നിരുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഭൂനിയമങ്ങളിൽ സർക്കാർ ഉണ്ടാക്കിയ ജനവിരുദ്ധ ചട്ട ഭേദഗതിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 18-ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തുന്ന അർദ്ധദിന സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകരിച്ച മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജനവിരുദ്ധ ഭൂപതിവ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക, പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിന് ആവശ്യമായ ചട്ടങ്ങൾ കൊണ്ടുവന്ന് നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിലേക്ക് കടക്കുകയാണ്. ഈ മാസം 18-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും സത്യാഗ്രഹവും നടത്തും. സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലും സമര പ്രഖ്യാപന കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജകുമാരി യൂണിറ്റിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് VV കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ് ഉദ്ഘാടനം ചെയ്തു. സമിതി അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘടനയൊന്നുമല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ല, അതും കൂടി പറയാനുണ്ട്. ഏകോപന സമിതിയെ സംബന്ധിച്ച് ഏകോപന സമിതിയുടെ യജമാനന്മാർ എന്ന് പറയുന്ന ഈ നാട്ടിലെ മനുഷ്യരാണ്, ഞങ്ങളുടെ ഉപഭോക്താക്കളാണ്. സംശയരഹിതമായി ആ ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന പ്രശ്നം ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി വിഷയ അവതരണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സോജൻ വർഗീസ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡയസ് പുല്ലൻ, ജില്ലാ ഓർഗനൈസർ CB കൊച്ചുവള്ളാട്ട്, റോയി വർഗീസ്, OA ജോൺ, PV ബേബി, ഫാദർ അലക്സ്, VC ജോൺസൺ, റിജോ കുര്യൻ, വിവിധ യൂണിറ്റ് ഭാരവാഹികൾ, യൂത്ത് വിംഗ് ഭാരവാഹികൾ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. പോലീസ് നരനായാട്ട് നടത്തുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. അടിമാലി പോലീസ് സ്റ്റേഷന് മുൻപിലായിരുന്നു ജനകീയ പ്രതിഷേധ സദസ്സ് നടന്നത്. KPCC അംഗം AP ഉസ്മാൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പോലീസ് നരനായിട്ട് നടത്തുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും പോലീസ് സ്റ്റേഷന് മുമ്പിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രതിഷേധ മാർച്ചായിട്ടായിരുന്നു പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയത്. ഞങ്ങളുടെ പ്രിയന സോദരനെ, ഞങ്ങളുടെ പ്രിയന സോദരനെ പോലീസ്. അടിമാലി ഇരുമ്പുപാലം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. KPCC അംഗം AP ഉസ്മാൻ ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായ സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് സബ് ഇൻസ്പെക്ടറും പോലീസ് ഡ്രൈവർ അടക്കമുള്ള പോലീസുകാരും ചേർന്ന് ക്രൂരമായി ഭേദ്യം ചെയ്ത് മൃതപ്രായനാക്കി ആ ചെറുപ്പക്കാരനെ ഒന്നിനും കൊള്ളാത്തവനാക്കി ചണ്ടി പോലെ മർദ്ദിച്ചവശരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രൂര വിളയാട്ടങ്ങൾ. കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി K വർഗീസ് അധ്യക്ഷത വഹിച്ചു. നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷൻ വളപ്പിനുള്ളിൽ പ്രവേശിക്കുന്നത് തടയുവാൻ പോലീസ് ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. സിറ്റി വിഷൻ, അടിമാലി.
ഐക്യജനാധിപത്യ മുന്നണി രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജകുമാരി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പഞ്ചായത്തിൽ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർത്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ CPMന്റെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കി 1 മുതൽ 5 വരെയുള്ള വാർഡുകളിൽ 100 കണക്കിന് ഇരട്ട വോട്ടുകൾ ചേർത്തുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിക്കെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. രാജകുമാരി ടൗണിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ശാപവും കളങ്കവുമായി മാറിയിരിക്കുകയാണ് ഇരട്ട വോട്ടുകളെന്ന് സേനാപതി വേണു പറഞ്ഞു. ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒരു ശാപവും ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒരു കളങ്കവുമായി മാറിയിരിക്കുകയാണ് ഈ ഇരട്ട വോട്ട്. ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ അതിനൊരു ഇര കൂടിയാണ്. ഒരുപക്ഷെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ എന്റെ എതിർ സ്ഥാനാർത്ഥി ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് 1109 വോട്ടുകൾക്കാണ്. അന്നേ ദിവസം മാത്രം ഏതാണ്ട് 3000-ലധികം കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുകളുള്ള ഇരട്ട വോട്ടുകൾ ഇവിടെ എത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയും അത് നമ്മുടെ കൺമുമ്പിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. UDF കൺവീനർ റോയി ചാത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ UDF ചെയർമാൻ ജോസ് കണ്ടത്തിൻകര, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP ജോസ, PR സദാശിവൻ, ജിഷ ജോർജ, ബോസ് പുത്തയത്ത്, സുനിൽ വാരിക്കാട്ട്, സാജോ പന്തത്തല, അബി കൂരാപ്പള്ളിൽ, അമൽ ബേബി, ബെസിലോണ പൗലോസ്, അമ്മിണി ചന്ദ്രൻ, മഞ്ജു ബിജു, ഡെയ്സി ജോയി തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെട്ടിമുടിയിൽ നിന്നും ഇടമലക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ MLA. ഓണവിപണിയിൽ റെക്കോർഡ് നേട്ടവുമായി സപ്ലൈകോ. ജില്ലയിൽ നിന്ന് ഓണം ഫെയറിലൂടെ 74.36 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് നേടിയിരിക്കുന്നത്. മുൻവർഷം ഇത് 39 ലക്ഷം മാത്രമായിരുന്നു. മൂന്നാറിലെ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന AIYF പ്രവർത്തകർ പ്രതിഷേധിച്ചു. ആറോ ജംഗ്ഷനിലെ പാലത്തിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടതോടെയാണ് പ്രതിഷേധം. ജില്ലയിലെ ഏറ്റവും അധികം നിരക്ഷരരുള്ളത് ഹൈറേഞ്ചിലെ പഞ്ചായത്തുകളിൽ. നെടുങ്കണ്ടം, വണ്ടൻമേട്, ഉടുമ്പൻചോല, മൂന്നാർ, അടിമാലി പഞ്ചായത്തുകളിലാണ് ഏറ്റവും അധികം നിരക്ഷരർ ഉള്ളത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.